എല്ലാം പൂർത്തിയായിരിക്കുന്നു. വേദഗ്രന്ഥങ്ങൾ, പ്രവചനങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്ന്. പാപമംഗിലമായ ഒരു ചരിത്രത്തെ, ഭൂതകാലത്തെ അവൻ്റെ രക്തം കൊണ്ട് ഈശോ മാറ്റി എഴുതിയ നിമിഷമാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നത്. ഇന്ന് മുതൽ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് വിവാഹ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ലേ? അതുപോലെ വരനായ മിശിഹ വധുവായ സഭയുമായി വിവാഹ ഉടമ്പടി രക്തത്താൽ പൂർത്തീകരിച്ച ഉറപ്പിച്ച നേരമാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ആ വാക്ക്. വെറുപ്പിനെ സ്നേഹം കൊണ്ട് ഈശോ പൂർത്തിയാക്കിയ സ്ഥലമാണ് കുരിശ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും വെറുപ്പിനാലെ പൂർത്തിയാകാതെ കിടക്കുന്നത് ഒത്തിരി ഉണ്ടെന്ന് ഓർക്കണേ. പ്രതികാരത്തെ കരുണ കൊണ്ട് ഈശോ പൂർത്തിയാക്കിയ സ്ഥലമാണ് കുരിശ്. അഹങ്കാരത്തെ എളിമ കൊണ്ട് കർത്താവ് പൂർത്തിയാക്കിയ സ്ഥലമാണ് കുരിശ്. കാലം കുറെ പഴക്കമുള്ള, ഇനിയും സാധ്യമാകാത്ത, നടപ്പിലാകാത്ത ഒരു അനുരഞ്ജനം കിടപ്പുണ്ടെന്ന്. അത് നമുക്കും പറയണ്ടേ? അതൊന്ന് രമ്യപ്പെട്ട് അനുരഞ്ജനപ്പെട്ട് നമുക്കൊന്ന് പറയണ്ടേ? ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. പരസ്പരം വാഗ്ദാനം കൊടുത്തിട്ട് അതിനെ പാതി വഴിക്ക് അവസാനിപ്പിച്ച് കളയരുതേ. ഫിനിഷ് ഇറ്റ്. അതിനെ പൂർത്തിയാക്കുക, അതിനെ കംപ്ലീറ്റ് ചെയ്യുക. തുടങ്ങിവെച്ച പ്രാർത്ഥനകൾ, തുടങ്ങിവെച്ച ആത്മീയ ശീലങ്ങളെ പാതി വഴിക്ക് മുടക്കരുത്. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനത്തെ ധ്യാനിക്കുന്ന ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം. അതിൻ്റെ 38ാമത്തെ ദിവസത്തിലേക്ക്, 38ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണം എന്നതുപോലെ മുഴങ്ങിയ ഒരു വാക്യം. A word which echoed as the completion of whole salvation history. എന്താ? എല്ലാം പൂർത്തിയായിരിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈശോ സ്ലീവായിൽ കടന്നുകൊണ്ട് പറഞ്ഞ ഈ വാക്ക്, ഇറ്റ് മേ സൗണ്ട് ലൈക്ക് ആൻ എൻഡ്. അത് കേൾക്കുമ്പോൾ അതെല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് തോന്നും. അല്ല, ബട്ട് ഇറ്റ് ഈസ് ദ ബിഗിനിങ്. എല്ലാം തുടങ്ങാൻ പോവുകയാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോവുകയാണ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് തോറ്റുപോയവൻ്റെ നിരാശയുള്ള നെടുവീർപ്പല്ല. എല്ലാം പൂർത്തിയായിരിക്കുന്ന കർത്താവ് പറഞ്ഞത് തളർന്നും തകർന്നും പറഞ്ഞ ഒരു വാക്കല്ല, മറിച്ച് അത് എല്ലാം പൂർത്തിയായതിൻ്റെ, പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ് ഈശോ. ബലി ഏറ്റവും ഉചിതമായി അർപ്പിച്ച മഹാപുരോഹിതൻ്റെ സന്തോഷമാണ് ആ വാക്കുകളിൽ ഉള്ളത്. ദൈവത്തിരഹിതം പൂർത്തിയാക്കിയ കുഞ്ഞാടിൻ്റെ വിജയഭേരിയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന വാക്ക്. പീഡാസഹനവും കുരിശുമരണവും ഈശോയ്ക്ക് സംഭവിച്ച ഒരു ട്രാജഡിയാണെന്ന് വിചാരിക്കരുത്. ഈശോ അവൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതാണ് പീഡാസഹനവും കുരിശുമരണവും. ആ ചാരിതാർത്ഥ്യത്തോടെ, നിർവൃതിയോടെ ഈശോ പറഞ്ഞ വാക്കാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേദഗ്രന്ഥങ്ങൾ, പ്രവചനങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്ന്. സാക്രിഫൈസ്, ബലി പൂർത്തിയായിരിക്കുന്നു എന്ന് അതിനർത്ഥമുണ്ട്. കടം വീട്ടിയെന്ന്, പാപത്തിൻ്റെ കടം വീട്ടിയെന്ന് അതിൻ്റെ അർത്ഥമുണ്ട്. ഉടമ്പടിക്ക്, പുതിയ ഉടമ്പടിക്ക് മുദ്ര വെച്ചിരിക്കുന്നു എന്നതിനർത്ഥമുണ്ട്. ശത്രുവിനെ നിരായുധനാക്കി, ദ എനിമി ഈസ് ഡിസാംഡ് എന്ന് അതിനർത്ഥമുണ്ട്. സ്വർഗ കവാടങ്ങൾ ഇതാ തുറക്കപ്പെട്ടു എന്നും അർത്ഥമുണ്ട്. രക്ഷ, സാൽവേഷൻ അക്കംപ്ലിഷ്ഡ്, രക്ഷ സാധ്യമാക്കി എന്നും അതിനർത്ഥമുണ്ട്. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഒറ്റ വാക്കിൻ്റെ അർത്ഥതലങ്ങളെയാണ് നമ്മൾ ഈ ധ്യാനിച്ചു പോകുന്നത്. നമ്മൾ ധ്യാനിക്കേണ്ട വാക്യം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. നിങ്ങളുടെ ബൈബിളിൽ എടുക്കാം. യോഹന്നാൻ 19:30.
ഇങ്ങനെയാണത്. ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതിനോട് ചേർന്ന് പോകുന്ന വാക്യങ്ങൾ ലൂക്കാസ് വിശേഷം എടുക്കാം. തൻ്റെ നിയോഗം തന്നെ ഇത് പൂർത്തിയാക്കാനായിരുന്നുവെന്ന് ഈശോ സംസാരിക്കുന്ന ലൂക്കാസ് വിശേഷം 22-ാം അധ്യായം 37-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരുടെ കൂടെ എണ്ണപ്പെട്ടുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, തിരുവെഴുത്തുകൾ പൂർത്തിയായിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും ഈ ബലിയുടെ മാനം, അതിനു മുമ്പ് അർപ്പിച്ചവർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ബലിയെ ഈശോ പൂർത്തിയാക്കുന്നത്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 14-ാം വാക്യം, വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇറ്റേണൽ പെർഫെക്ഷൻ കുരിശിൽ സാധ്യമാക്കുന്നു. ഈ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന വാക്യം, അത് വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തെത്തലസ്ഥായി എന്നാണ്. തെത്തലസ്ഥായി എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെയാണ് എൻ്റെ അർത്ഥം. കംപ്ലീറ്റഡ് പൂർത്തിയാക്കി, അക്കംപ്ലിഷ്ഡ് സാധ്യമാക്കി, ബ്രോട്ട് ടു പെർഫെക്ഷൻ പരിപൂർണമാക്കി, ഫുള്ളി പെയ്ഡ് കടം വീട്ടി പൂർണ്ണമായിട്ടും എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ എല്ലാ അർത്ഥവും ഈശോയുടെ കാര്യത്തിൽ അവൻ പൂർത്തിയാക്കി അവൻ്റെ ബലിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ ദ ഹോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓൺ ദ ക്രോസ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കും എന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകളെല്ലാം പൂർത്തിയായെന്നാണ്. അപ്പോൾ പഴയ നിയമം മുഴുവൻ, പഴയ നിയമ താളുകളുടെ പൂർത്തീകരണം സ്ലീവായിൽ കുരിശിൽ നടക്കുകയാണ്. നമുക്കിന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒരു 5 ഭാഗങ്ങളെങ്കിലും പെട്ടെന്ന് ശ്രദ്ധയോടെ ബൈബിൾ എടുത്തു വെച്ച്, നോട്ട് കുറിക്കുന്നവർ അങ്ങനെ, പുസ്തകം വരുന്നുവെന്ന് അറിഞ്ഞതുകൊണ്ട് നോട്ട് കുറിക്കാതിരിക്കേണ്ട. നോട്ട് നിങ്ങളുടെ പ്രൈവറ്റ് ആക്റ്റായിട്ട് സൂക്ഷിക്കുക, പുസ്തകം പിന്നാലെ വരികയും ചെയ്യും. ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം ബൈബിൾ എടുക്കാം. ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 2. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം എല്ലാം നന്നായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് കണ്ട് പിതാവായ ദൈവം വിശ്രമിക്കുന്നു. കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അത് തന്നെ പുത്രൻ ആവർത്തിക്കുകയാണ്. 6-ാം ദിവസം അവൻ നവസൃഷ്ടിയെ പൂർത്തിയാക്കുന്നു. ബലിയിൽ ന്യൂ ക്രിയേഷൻ ഈസ് കംപ്ലീറ്റഡ്. പുനഃസൃഷ്ടികർമ്മം നടക്കുകയാണ്. അത് കുരിശിൽ പൂർത്തിയാക്കിയിട്ട് അവൻ 7-ാം നാൾ പിതാവിനെ പോലെ വിശ്രമിക്കുന്നു. സാബത്താണ് 7-ാം നാൾ. കർത്താവ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ മരണത്തെ പുൽകി കല്ലറയിൽ അവനെ സംസ്കരിക്കുമ്പോൾ കർത്താവ് വിശ്രമത്തിലേക്ക് പോകുന്നു. 7-ാം നാൾ സാബത്ത്. പിതാവ് സൃഷ്ടിച്ചത് പിന്നീട് മനുഷ്യൻ്റെ പാപം മൂലം കേടുവന്നപ്പോൾ കേടുപോക്കി സൃഷ്ടിയെ നവീകരിച്ച പുനർസൃഷ്ടി നടത്തി പുത്രൻ വിശ്രമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ ഒടുക്കം എല്ലാം നന്നായിരിക്കുന്നുവെന്ന് പിതാവ് പറഞ്ഞ് വിശ്രമത്തിലേക്ക് പോയതുപോലെ പുത്രൻ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്രമത്തിലേക്ക് പോകുന്നു. ക്രോസ് ഇസ് ദ കംപ്ലീഷൻ ഓഫ് ദ ഫാദേഴ്സ് സേവിങ് വർക്ക് ത്രൂ ദ സൺ. പുത്രനിലൂടെ പിതാവ് നടത്തിയ രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണമാണ് കുരിശ്. പുത്രനിലൂടെ പിതാവ് നടത്തിയ രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണമാണ് കുരിശ്. ക്രോസ് ഇസ് ദ കംപ്ലീഷൻ ഓഫ് ദ ഫാദേഴ്സ് സേവിങ് വർക്ക് ത്രൂ ദ സൺ. രണ്ടാമത്തത് പഴയ നിയമത്തിൽ നിന്ന് പാസ് ഓവർ. എക്സഡസ് 12, എക്സഡസ് 12, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ ദിവസങ്ങളിൽ മാർഗത്തിൻ്റെ ഈ എപ്പിസോഡ്സിൽ പല ആവർത്തി നമ്മൾ ധ്യാനിച്ചത് കടന്നു പോകലിൻ്റെ രംഗം, പാസ് ഓവറിൻ്റെ പെസഹായുടെ രംഗമാണ് എക്സഡസ് 12, പുറപ്പാട് 12. അവിടെ നമ്മൾ കാണുന്നത് അതും ഈ കുരിശു മരണവുമായുള്ള ബന്ധം എങ്ങനെയാണ്?
ദ പാസ് ഓവർ, കടന്നുപോകൽ ഇപ്പോൾ ദാ പൂർത്തിയായിരിക്കുന്നു. കടന്നുപോകൽ പെസഹ കുരിശിൽ പൂർത്തിയായിരിക്കുന്നു. ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു പറയുമ്പോൾ അത് പെസഹായുടെ കടന്നുപോകലിൻ്റെ പൂർത്തീകരണമാണ്. ഇനി യഥാർത്ഥ പുറപ്പാട്, ദ ഫൈനൽ എക്സഡസ് ഇസ് ബിഗൺ. മനുഷ്യൻ്റെ ബലഹീനതകളിൽ നിന്ന്, പാപാവസ്ഥകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവൻ നടത്തുന്ന പുറപ്പാടിൻ്റെ ആരംഭം കുരിശിൽ അവൻ നടത്തുകയാണ്. അതാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു പറഞ്ഞത്. അത് അവസാനമല്ല, തുടക്കമിടുകയാണ്. എക്സഡസിൻ്റെ പുറപ്പാടിൻ്റെ ആരംഭമാണ് കുരിശിൽ. മൂന്നാമത്തത്, പഴയ നിയമവുമായി ബന്ധപ്പെട്ട് കുരിശിൽ ഈശോ ഉച്ചരിച്ച എല്ലാം പൂർത്തിയായിരിക്കുന്നുള്ള വാക്കിനെ മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് സാക്രിഫൈസ്, യഥാർത്ഥ പരിപൂർണ ബലി ഈശോ കുരിശിൽ അർപ്പിക്കുകയാണ്. അതിനു മുമ്പ് പഴയ നിയമ ജനത അർപ്പിച്ച ബലികൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം ഒരു ബലിക്കും പൂർണ്ണ പരിഹാരം കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് അവസാനമില്ലാതെ ആവർത്തിക്കപ്പെട്ടു, റിപ്പീറ്റഡ് എൻലെസ്ലി. പക്ഷെ ഇവിടെ കുരിശിൽ ഫൈനൽ സാക്രിഫൈസ്, യഥാർത്ഥ ബലിയർപ്പണം നടക്കുന്നു. അങ്ങനെ കുരിശ്, ഓൾട്ടർ ഓഫ് കാൽവരി, കാൽവരിയിലെ ഈ ബലിപീഠം, കാൽവരിയിലെ ഈ മദ്ബഹ പഴയ നിയമ ബലിയർപ്പണങ്ങളുടെ പൂർത്തീകരണമാകുന്നു. കാൽവരിയുടെ ഈ ബലിയർപ്പണത്തിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിൽ നമ്മൾ കണ്ട ആവർത്തിച്ചുള്ള ബലിയർപ്പണങ്ങൾ. യെശയ്യാ 53, അടുത്തത് നാലാമത്തത് യെശയ്യാ 53, ഐസയ്യ ചാപ്റ്റർ 53, സഹനദാസനെക്കുറിച്ചുള്ള രംഗം. അപ്പോൾ ഇനി മുതൽ കുരിശിൽ ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു പറയുന്ന മൊമെൻ്റ് തൊട്ട് യെശയ്യാ 53 കേവലം ഒരു പദ്യമല്ല, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പോയം, മറിച്ച് ഇറ്റ്സ് എ റിയാലിറ്റി. അതൊരു യാഥാർത്ഥ്യമാവുകയാണ്. യെശയ്യാ 53 സഹനദാസനെക്കുറിച്ച് പ്രവചിച്ചതെല്ലാം ഈശോയിൽ ദാ പൂർത്തിയായിരിക്കുന്നു. അതായത് തിരുവെഴുത്തുകൾ പൂർത്തിയാകുന്നു. ഇനി അഞ്ചാമതായിട്ട് പഴയ നിയമത്തിൽ നിന്ന് വീണ്ടും കണക്ഷൻ, ഡേവിഡിക് കിങ്, ദാവീദിൻ്റെ വംശാവലിയിൽ സിംഹാസനത്തിൽ ഒരു രാജാവ് വരും. നിങ്ങളത് എടുക്കേണ്ടത് 2 സാമുവൽ 7-ാം അധ്യായം 13-12 വാക്യം. 2 സാമുവൽ 7-ാം അധ്യായം 12-13 വാക്യം. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഇത് പറയുമ്പോൾ നമുക്ക് സംശയം വരും, സോളമനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അല്ല, കാരണം സോളമൻ്റെ ആലയം എന്നേക്കും നിലനിന്നില്ല, അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരപ്പെട്ടില്ല. അപ്പോൾ ഒരു ഇറ്റേണൽ കിങ്ഡവും ഒരു ഇറ്റേണൽ കിങ്ങും വരാനുണ്ടെന്ന് അർത്ഥം. ദാവീദിൻ്റെ വംശാവലിയിൽ ആ ഇറ്റേണൽ കിങ്, ആ ഇറ്റേണൽ കിങ്ഡം, അതാണ് കുരിശിൽ സാധ്യമായത്. അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യനായ രാജാവും നിത്യമായ രാജത്വവും സിംഹാസനവും കിങ്ഡവും രാജ്യവും ദാ ഉറപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു പറയുമ്പോൾ അവൻ പറയുന്നത്, ഹിയർ ഐ ബിഗിൻ ദ റെയിൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ഭരണം ഇവിടെ മുതൽ ദാ ആരംഭിക്കുകയാണ് എന്നുകൂടിയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ഇനി രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്ത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഈ ഒറ്റ വാക്യത്തെ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇറ്റ് ഈസ് ദ ഹിഞ്ച് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ വിജാഗിരിയാണ്. ചരിത്രത്തിൻ്റെ 2 പാളികളെ ചേർത്ത് പിടിക്കുന്ന, കട്ടളയെയും വാതിൽ പാളിയെയും കതകിൻ്റെ പാളിയെയും ചേർത്ത് പിടിക്കുന്ന വിജാഗിരി പോലത്തെ ഒരു വാക്കാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇറ്റ് ഈസ് ദ ഡിസൈസീവ് മൊമെൻ്റ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ ആ മൊമെൻ്റ്. ആ മൊമെൻറ്റിലാണ് വാഗ്ദാനങ്ങൾ പൂർത്തീകരണമായി മാറുന്നത്. പ്രോമിസസ് ബിക്കംസ് ഫുൾഫിൽമെൻറ്റ്സ്. അതുവരെ വാഗ്ദാനമായി കിടന്നത് ദാ ഇവിടെ ഈ നിമിഷം പൂർത്തീകരണമായി മാറുന്നു. അതുവരെ നിഴലായി കിടന്നത് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. അതുവരെ ഷാഡോ, നിഴലായി കിടന്നത് ഹിയർ ഇറ്റ് ബിക്കംസ് റിയാലിറ്റി. അതുവരെ കാത്തിരിപ്പായിരുന്നെങ്കിൽ ഇവിടെ അത് പൂർണ്ണതയായി നമ്മുടെ മുമ്പിൽ തെളിയുന്നു. അണ്ടിൽ ദെൻ ഇറ്റ് വാസ് ഓൾ അബൌട്ട് വെയിറ്റിംഗ്, കാത്തിരിപ്പായിരുന്നു. നൗ ഇറ്റ് ബിക്കംസ് കംപ്ലീഷൻ, ഇപ്പോൾ അത് പൂർത്തിയാകുന്നു. ഓർത്തിരിക്കാൻ ഒരു നല്ല വാക്യം പറയാം. ആ വാക്യം പഠിക്കുക, പറ്റുന്നവർ
ഇനി അത് കമൻറ്റിൽ ടൈപ്പ് ചെയ്തിടുന്നെങ്കിൽ അത് ഇടുക. അങ്ങനെ വരുമ്പോൾ ആർക്കെങ്കിലും മിസ്സായവർക്ക് അത് നോക്കി വീണ്ടും വായിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിനത് വായിച്ച് കേൾപ്പിക്കാം. കാൽവരി is the full stop of old era. കാൽവരി is the full stop of old era. പഴയ കാലത്തിൻ്റെ പൂർണ്ണ വിരാമമാണ് കാൽവരി. പഴയ കാലത്തിൻ്റെ പൂർണ്ണ വിരാമമാണ് കാൽവരി. കാൽവരി is the full stop of the old era and the capital letter of the new history. പുതിയ ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കുന്ന വലിയ അക്ഷരങ്ങളിലെ എഴുത്ത് ആരംഭിക്കുകയാണ്. പുതിയ സെൻറ്റൻസ് വി ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, റൈറ്റ്? അതുപോലെ പഴയ നിയമത്തിൻ്റെ പഴയ കാലത്തിൻ്റെ പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പ് കാൽവരിയിൽ ഇടുന്നു. അവിടം തൊട്ട് പുതിയ ചരിത്രം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. അപ്പോൾ ഒരേ സമയം കാൽവരി ഫുൾ സ്റ്റോപ്പുമാകുന്നു, പുതിയ സെൻറ്റൻസിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ബിഗിനിങ്ങുമാകുന്നുണ്ട്. കാൽവരി is the full stop of old era and the capital letter of the new era. പഴയ കാലത്തിൻ്റെ പൂർണ്ണ വിരാമവും പുതിയ കാലത്തിൻ്റെ വലിയ അക്ഷരങ്ങളിലെ എഴുത്തിൻ്റെ ആരംഭവും കാൽവരി തന്നെ. പിതാക്കന്മാരിലേക്ക് നമുക്ക് പോകാം. അഗസ്തീനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് ഈ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന കർത്താവിൻ്റെ ഏറ്റുപറച്ചിലിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ദ കംപ്ലീഷൻ ഓഫ് ഗോഡ്സ് പ്ലാൻ. പിതാവിൻ്റെ തിരുഹിതത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞത്. ജോൺ ക്രിസോസ്തോം പിതാവ് പറയുന്നത് ഈ വാക്യം ഈശോയുടെ അതോറിറ്റിയെ, ഈശോയുടെ അധികാരത്തെയും അവൻ്റെ ആധികാരികതയും സൂചിപ്പിക്കുന്നു. കേവലം ഒരു ഇരയെപ്പോലെയല്ല, ഒരു വിക്ടിമിനെ പോലെ കർത്താവിൻ്റെ ജീവനെ ആരെങ്കിലും കവർന്നെടുക്കുകയായിരുന്നില്ല, മറിച്ച് അവൻ നൽകുകയായിരുന്നു. They didn't took it from Jesus. കർത്താവിൽ നിന്ന് അവരെടുക്കുകയായിരുന്നില്ല, കർത്താവ് അത് ഇഷ്ടത്താലെ, സമർപ്പണത്താലെ കർത്താവ് അതിനെ നൽകുകയായിരുന്നു. എന്ന് വെച്ചാൽ ഹീ ഈസ് ദ അതോറിറ്റി. കർത്താവിൻ്റെ അധികാരത്തിന്, ആധികാരികതയ്ക്ക് കുറവ് വരുന്നില്ല. അതിൻ്റെ വെളിപ്പെടുത്തലാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് പറയുമ്പോഴും ഹീ ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ. ഇരണേവൂസ് പിതാവ് പറയുന്നത് ഈ ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പുതിയ ചരിത്രം ഇവിടെ എഴുതി തുടങ്ങുന്നു, പഴയതിനെ മാറ്റി എഴുതുന്നു. ഇതുവരെ വന്ന മനുഷ്യ ചരിത്രത്തെ കർത്താവ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്ന മൊമെൻറ്റിൽ മാറ്റി എഴുതി. പാപമംഗിലമായ ഒരു ചരിത്രത്തെ, ഭൂതകാലത്തെ അവൻ്റെ രക്തം കൊണ്ട് ഈശോ മാറ്റി എഴുതിയ നിമിഷമാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നത്. പുതിയൊരു ചരിത്രത്തെ വീണ്ടും അവൻ രക്തത്തിൻ്റെ വിലയാലെ എഴുതി തുടങ്ങുകയാണ്. എഫ്രൈം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത് ബ്രൈഡ് ഗ്രൂം കംപ്ലീറ്റ്സ് ദ വെഡ്ഡിങ് കവനന്റ് ഇൻ ബ്ലഡ്. വരൻ ബ്രൈഡ് ഗ്രൂം ആരാധ മിശിഹ വിവാഹ ഉടമ്പടിയെ രക്തത്താലെ പൂർത്തീകരിച്ച മൊമെൻ്റാണ് കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ മൊമെൻറ്റ്. ഇന്ന് മുതൽ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് വിവാഹ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ലേ? അതുപോലെ വരനായ മിശിഹ വധുവായ സഭയുമായി വിവാഹ ഉടമ്പടി രക്തത്താൽ ഉറപ്പിച്ച നേരമാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ആ വാക്ക്. എന്നിട്ട് പറയുന്നത് ക്രോസ് ഈസ് ദ മാരേജ് ഓൾട്ടർ ഓഫ് ഗോഡ് ആൻഡ് ഹ്യൂമാനിറ്റി. അത് ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. ക്രോസ് ഈസ് ദ മാരേജ് ഓൾട്ടർ ഓഫ് ഗോഡ് ആൻഡ് ഹ്യൂമാനിറ്റി. വിവാഹം നടന്ന അൾത്താരയാവുകയാണെന്ന്. കുരിശ് ദൈവവും മനുഷ്യനും തമ്മിൽ വിവാഹം നടന്ന അൾത്താരയായിട്ട് മാറുന്നു. ആൾത്താര മുമ്പിൽ കുരിശിൽ ദൈവവും മനുഷ്യരും വിവാഹിതരാകുന്നു, എന്നേക്കുമുള്ള ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു. സഭയുടെ പഠിപ്പീര് CCC 606-607 ഈശോ അവൻ്റെ അനുസരണത്താലെ ദൈവത്തിരഹിതം നിറവേറ്റിയതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വീണ്ടും CCC 613-614 മിശിഹായുടെ മരണം ഏറ്റവും വലിയ ബലിയായി, പരിപൂർണ ബലിയായി സഭ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് CCC 616 പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിട്ടാണ് കർത്താവിൻ്റെ കുരിശിലെ ബലിയെ അവതരിപ്പിക്കുന്നത്. ഇനിയും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ SC സാക്രോസാങ്ക്തും കൊഞ്ചീലിയും എന്ന ആരാധനയെക്കുറിച്ചുള്ള, ദൈവാരാധനയെക്കുറിച്ചുള്ള പഠിപ്പീരിൽ ഓരോ പരിശുദ്ധ കുർബാനയുടെയും ഹൃദയം ഇതാണ്: എല്ലാം പൂർത്തിയായിരിക്കുന്നു.
കാൽവരിയിൽ അവൻ അർപ്പിച്ച ബലിയാണ് ഓരോ പരിശുദ്ധ കുർബാനയുടെയും ഹൃദയം. എല്ലാം അക്കംപ്ലിഷ് ചെയ്ത ആ പൂർത്തീകരണമാണ് ഓരോ ബലിയിൽ നമ്മൾ ഏറ്റുപറയുകയും ആവർത്തിക്കുകയും ചെയ്യുന്നത്. ജോൺ പോൾ സെക്കൻഡ് എക്ലേസിയ ദ യുക്കരസ്തിയ എന്ന എഴുത്തിൽ പറയുന്നൊരു കാര്യം, ചർച്ച് ലീവ്സ് ഫ്രം ദ സാക്രിഫൈസ് ഫിനിഷ്ഡ് ഓൺ കാൽവരി. കാൽവരിയിൽ പൂർത്തിയായ ബലി സഭ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സഭയുടെ മക്കൾ. നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിലേക്ക് വരാം, പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. ഈ വിഷയം എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ധ്യാനം. കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? എവറിത്തിങ് ഈസ് നോട്ട് യെറ്റ് അക്കംപ്ലിഷ്ഡ്. എല്ലാം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകാത്ത അവശേഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അൺഫിനിഷ്ഡായി കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട്. കുരിശ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ഫിനിഷ് ഇറ്റ്, അവസാനിപ്പിക്കത്, പൂർത്തിയാക്കത്. വെറുപ്പിനെ സ്നേഹം കൊണ്ട് ഈശോ പൂർത്തിയാക്കിയ സ്ഥലമാണ് കുരിശ്. ഹെയ്റ്റ്രഡിനെ ലവ് കൊണ്ട്, വെറുപ്പിനെ സ്നേഹം കൊണ്ട് ഈശോ പൂർത്തിയാക്കി. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും വെറുപ്പിനാലെ പൂർത്തിയാകാതെ കിടക്കുന്നത് ഒത്തിരി ഉണ്ടെന്ന് ഓർക്കണേ. പ്രതികാരത്തെ കരുണ കൊണ്ട് ഈശോ പൂർത്തിയാക്കിയ സ്ഥലമാണ് കുരിശ്. അഹങ്കാരത്തെ എളിമ കൊണ്ട് കർത്താവ് പൂർത്തിയാക്കിയ സ്ഥലമാണ് കുരിശ്. അതുകൊണ്ട് നമുക്ക് ഈ വെറുപ്പിൻ്റെ, പ്രതികാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ കെട്ട ചങ്ങലയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചോദിക്കുക. ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിച്ചുകൂടെ? ഷാൽ വി നോട്ട് ഫിനിഷ് ഇറ്റ് ഹിയർ? ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു പറഞ്ഞുകൂടെ? ഈ വെറുപ്പ്, ഈ പ്രതികാരം, ഈ അഹങ്കാരം. നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. ഐ വിൽ നോട്ട് കണ്ടിന്യൂ ദിസ് സൈക്കിൾ. ഐ വിൽ നോട്ട് കണ്ടിന്യൂ ദിസ് സൈക്കിൾ ഓഫ് ഹേറ്റ്രഡ്, റിവെഞ്ച് ആൻഡ് പ്രൈഡ്. ആ തീരുമാനമെടുത്ത് ആ കെട്ട ചങ്ങലയെ ഇവിടം കൊണ്ട് ഭേദിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു. എവറിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. കർത്താവിനോട് ചേർന്ന്, അവൻ്റെ സ്ലീവായോട് ചേർന്ന് ഞാനിത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഒരു ലോങ് പെൻഡിങ് റെക്കൺസിലിയേഷൻ കിടപ്പുണ്ടെന്ന് പലരുടെയും ജീവിതത്തിൽ. കാലം കുറേ പഴക്കമുള്ള, ഇനിയും സാധ്യമാകാത്ത, നടപ്പിലാകാത്ത ഒരു അനുരഞ്ജനം കിടപ്പുണ്ടെന്ന്. അത് നമുക്കും പറയണ്ടേ? അതൊന്ന് രമ്യപ്പെട്ട്, അനുരഞ്ജനപ്പെട്ട് നമുക്കും ഒന്ന് പറയണ്ടേ? ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. ആ അനുരഞ്ജന ശ്രമം ഞങ്ങളിത് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നിട്ടത് കുരിശിലേക്ക് കാഴ്ചവെക്കണ്ടേ? അപ്പോഴല്ലേ കുരിശിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. യുവജനങ്ങളോട് പറയാനുള്ളത്, യൂത്തിനോട് പറയാനുള്ളത്, ഹോളിനെസ് ഇസ് നോട്ട് എൻ എക്സൈറ്റ്മെൻറ്റ്. ഇന്ന് അങ്ങനെ ആയിട്ടുണ്ട്. ഒരു ഇമ്മീഡിയറ്റ്, ഒരു എക്സ്റ്റസി ആയിട്ട് വിശുദ്ധി മാറുന്നുണ്ട്. ഒരു ഓളം, ഒരു വൈബായിട്ട് പ്രാർത്ഥന മാറുന്നുണ്ട്. ഹോളിനെസ് ഇസ് നോട്ട് എക്സൈറ്റ്മെൻറ്റ്. ആദ്യത്തെ ആവേശമല്ല വിശുദ്ധി, മറിച്ച് അത് കംപ്ലീഷനാണ്, പൂർത്തിയാക്കുക. തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുന്നിടത്താണ്, തുടങ്ങി വെച്ചത് കർത്താവിനോട് ചേർന്ന് പൂർത്തിയാക്കുന്നിടത്താണ് നമ്മുടെ വിശുദ്ധി, നമ്മുടെ സമർപ്പണം ഇരിക്കുന്നത്. ഫിനിഷ് യുവർ ഡ്യൂട്ടി. നിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുക കുഞ്ഞെ. നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തമുണ്ട്. അത് മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, നീ വിദ്യാർത്ഥി എന്ന നിലയിൽ, വിദ്യാർത്ഥിനി എന്ന നിലയിൽ, നീ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നിടത്ത് കുരിശിൻ്റെ നിഴലുണ്ട്, മിശിഹായുടെ സാന്നിധ്യമുണ്ട്. ഫിനിഷ് യുവർ ഡ്യൂട്ടി, ഫിനിഷ് യുവർ പ്രോമിസ്. പരസ്പരം കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുക. പരസ്പരം വാഗ്ദാനം കൊടുത്തിട്ട് അതിനെ പാതി വഴിക്ക് അവസാനിപ്പിച്ച് കളയരുതേ. ഫിനിഷ് ഇറ്റ്, അതിനെ പൂർത്തിയാക്കുക, അതിനെ കംപ്ലീറ്റ് ചെയ്യുക. പെർഫെക്റ്റ് ഇറ്റ്, അതിനെ പൂർത്തിയാക്കുക, പരിപൂർണമാക്കുക. ഫിനിഷ് യുവർ പ്രയേഴ്സ്. തുടങ്ങിവെച്ച പ്രാർത്ഥനകൾ, തുടങ്ങിവെച്ച ആത്മീയ ശീലങ്ങളെ പാതി വഴിക്ക് മുടക്കരുത്. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഫിനിഷ് യുവർ റിപ്പൻറ്റൻസ്. ഈ നോമ്പ് കാലത്തൊരു മാനസാന്തരത്തിന് തുടക്കമിട്ടതല്ലേ, പാതി വഴിക്ക് എന്താ മടുത്തു പോയത്? നമുക്ക് തിരിച്ചു പിടിക്കാം. കംപ്ലീറ്റ് ഇറ്റ്. എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് കുരിശിൽ കിടന്ന് പറഞ്ഞവൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് നമുക്കും തുടങ്ങി വെച്ചതൊക്കെ ഒന്ന് പൂർത്തിയാക്കാം. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ശരിക്കും വാട്ട് എക്സാക്ട്ലി ഈസ് ഫിനിഷ്ഡ്? കുരിശിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് ഈശോ പറയുമ്പോൾ എന്തൊക്കെയാണ് പൂർത്തിയായത്? ഒരു 6 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ സമ്മറിയും ഇനി വിട്ടുപോയവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ 6 കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണേ. 6 കാര്യങ്ങൾ ഈശോ കുരിശിൽ പൂർത്തിയാക്കി. ഈ 6 താല്പര്യമുള്ളവർ, ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്നറിയാം അങ്ങനെയൊക്കെ ചെയ്യാൻ, സ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട്.
റൈറ്റ് ഇൻ ദ കമൻറ്റ് സെഷൻ. അവിടെ വേറെ ആൾക്കാർ കമൻറ്റ് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. സ്റ്റിൽ യുവർ കോൺട്രിബ്യൂഷൻ അതങ്ങനെ കിടക്കട്ടെ. വീഡിയോ കാണുന്ന എല്ലാവരുടെയും കണ്ണിപ്പെടട്ടെ ഇത്രയും കാര്യങ്ങൾ ജീസസ് അക്കംപ്ലിഷ്ഡ് ഓൺ ദ ക്രോസ്. ഒന്നാമത്തത്, ഈശോ പൂർത്തിയാക്കിയത്. വാട്ട് എക്സാക്ട്ലി ഈസ് ഫിനിഷ്ഡ്, വാട്ട് എക്സാക്ട്ലി ഈസ് കംപ്ലീറ്റഡ് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് വർക്ക് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ പ്രവൃത്തി. ദൈവതിരുഹിതത്തെ അനുസരണത്തോടെ ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി കുരിശിൽ പൂർത്തിയായിരിക്കുന്നു. വർക്ക് ഓഫ് ഒബീഡിയൻസ്. സെക്കൻഡ് വൺ, വർക്ക് ഓഫ് റെവലേഷൻ. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പുത്രൻ്റെ ആ പ്രവൃത്തി കുരിശിൽ പൂർത്തിയായി. അപ്പോൾ വർക്ക് ഓഫ് ഒബീഡിയൻസ്, വർക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട്, ദൈവിക വെളിപ്പാട്, സ്നേഹത്തിൻ്റെ വെളിപ്പാട് കുരിശിൽ പൂർത്തിയാകുന്നു. 3, വർക്ക് ഓഫ് റിഡംഷൻ, രക്ഷയുടെ പ്രവൃത്തി. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണു പോയവരുടെ കടം കൊടുത്തു തീർക്കുകയാണ്. കടം വീട്ടി രക്ഷ സമ്മാനിക്കുന്ന പ്രവൃത്തി കുരിശിൽ പൂർത്തിയായി. റിവിഷൻ ടൈം ഏതൊക്കെയത്? വർക്ക് ഓഫ് ഒബീഡിയൻസ്, വർക്ക് ഓഫ് റെവലേഷൻ, വർക്ക് ഓഫ് റിഡംഷൻ. 4, വർക്ക് ഓഫ് സാക്രിഫൈസ്. യഥാർത്ഥ ബലി കുഞ്ഞാടിനെ നിത്യപരിഹാരമായി സമർപ്പിക്കുന്ന ആ ബലിയർപ്പണം കുരിശിൽ പൂർത്തിയായി. നിത്യബലി കുരിശിൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ വർക്ക് ഓഫ് സാക്രിഫൈസ് ഇസ് കംപ്ലീറ്റഡ് ഓൺ ദ ക്രോസ്. 5, വർക്ക് ഓഫ് കവനൻറ്റ്, ഉടമ്പടി പൂർത്തിയാകുന്നു. ഇടയ്ക്ക് മുടങ്ങിപ്പോയ ഇസ്രായേൽ കളങ്കം വരുത്തിയ ദൈവവുമായുള്ള ഉടമ്പടി പുത്രൻ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. രക്തത്താലെ മുദ്ര വെച്ച് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. അതാണ് കവനൻറ്റ്. അപ്പോൾ വർക്ക് ഓഫ് കവനൻറ്റ് ഇസ് കംപ്ലീറ്റഡ്. 6, ദ വർക്ക് ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ പ്രവൃത്തി. പിശാചിനെ, അവൻ്റെ അടിമത്തത്തെ, നാരകീയ ശക്തികളെ തകർത്ത് പിശാചിനെ, മരണത്തെ നിരായുധമാക്കുന്ന കർത്താവിൻ്റെ വിജയത്തിൻ്റെ പ്രവൃത്തി കുരിശിൽ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുരിശിൽ പൂർത്തിയായത്? വർക്ക് ഓഫ് ഒബീഡിയൻസ്, വർക്ക് ഓഫ് റെവലേഷൻ, വർക്ക് ഓഫ് റിഡംഷൻ, വർക്ക് ഓഫ് സാക്രിഫൈസ്, വർക്ക് ഓഫ് കവനൻറ്റ്, വർക്ക് ഓഫ് വിക്ടറി. ഓർത്ത് നോക്കിക്കേ, എല്ലാം പൂർത്തിയായിരിക്കുന്ന ഒറ്റ വാക്കിൽ എന്തോരം കാര്യങ്ങളാണ് നടന്നതെന്ന്. അതിനെ വീണ്ടും സമയം പോലെ ധ്യാനിക്ക്, അത് ഏറ്റുപറ. അതുകൊണ്ട് ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തേക്കരുത് എല്ലാം പൂർത്തിയായി. നോ, ഇനി പറയുന്നതാണ് വാൽകഷ്ണം. സ്റ്റിൽ സംതിങ് ഈസ് പെൻഡിങ്. 6 കാര്യങ്ങൾ ഈശോ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ സംതിങ് ഈസ് പെൻഡിങ്. ആർക്ക് പറയാം? വേഗം പറ. സ്റ്റിൽ സംതിങ് ഈസ് പെൻഡിങ്. വാട്ട് ഈസ് ദാറ്റ്? സിമ്പിൾ, അവർ റെസ്പോൺസ്. നമ്മുടെ പ്രതികരണം പെൻഡിങ് ആണ്. നമ്മുടെ പ്രതികരണം ഇനി നീ അതിനോട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ 6 പൂർത്തിയായ കാര്യങ്ങൾ നമ്മളിൽ അക്കംപ്ലിഷ് ചെയ്യുന്നത്, നമ്മളിൽ അത് പൂർത്തിയാകുന്നത്. ഈ സെൻറ്റൻസും കൂടെ ഓർത്തു വെച്ചു. ക്രൈസ്റ്റ് ഫിനിഷസ് റിഡംഷൻ ഒബ്ജക്റ്റീവ്ലി, വി മസ്റ്റ് റെസ്പോണ്ട് സബ്ജക്റ്റീവ്ലി. എന്ത് ക്ലിയർ ആണെന്നറിയാമോ? ക്രൈസ്റ്റ് കംപ്ലീറ്റ്സ് റിഡംഷൻ ഒബ്ജക്റ്റീവ്ലി. വസ്തുനിഷ്ഠമായി, ഒബ്ജക്റ്റീവായി കർത്താവ് രക്ഷ കുരിശിൽ സാധ്യമാക്കി. ഇപ്പോൾ ചിലർ ചോദിക്കത്തില്ലേ, കർത്താവ് കുരിശിൽ രക്ഷ സാധ്യമാക്കിയല്ലോ, ഇനിയിപ്പം നമുക്കെന്നാ പണി? നമുക്ക് പണിയുണ്ട്. നൗ യു മസ്റ്റ് റെസ്പോണ്ട് സബ്ജക്റ്റീവ്ലി. കർത്താവ് വസ്തുനിഷ്ഠമായി കുരിശിൽ ആക്കിയതിനോട് നീ വ്യക്തിപരമായി പ്രതികരിക്കുമ്പോഴാണ് ഒബ്ജക്റ്റീവ്ലി പൂർത്തിയായ രക്ഷ നീ അനുഭവിക്കുന്നത്. ക്രൈസ്റ്റ് കംപ്ലീറ്റഡ് ദ റിഡംഷൻ objectively on the cross and now we must respond subjectively. നമ്മളതിനോട് വ്യക്തിപരമായി പ്രതികരിക്കണം, അതിനോട് നമ്മുടെ റെസ്പോൺസ് കൊടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, 33-ാമത്തെ വയസ്സിൽ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞ് പിതാവിൻ്റെ തിരുഹിതത്തെ പൂർത്തിയാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ മിഴിപൂട്ടിയ എൻ്റെ തമ്പുരാനെ, നിന്റെ പ്രായം കവിഞ്ഞു ഞങ്ങളുടെ പ്രായത്തിന്, എന്നിട്ടും ഒന്നും തുടങ്ങാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല ഈശോ. ദൈവതിരഹിതം പൂർത്തിയാക്കാൻ ഞങ്ങൾക്കും നിന്റെ സ്ലീവായിൽ നിന്ന് കൃപ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.